നമുക്ക് അയ്യപ്പൻ കഞ്ഞി വയ്ക്കാം. അയ്യപ്പൻ കഞ്ഞി വയ്ക്കുകയാണ്. സാധാരണ ഇങ്ങനെയൊന്നും അല്ല. അയ്യപ്പൻ കഞ്ഞി വയ്ക്കുമ്പോൾ ശരണം വിളിക്കും. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ എന്നും പറഞ്ഞ് കത്തിക്കുകയാണ്. കളിക്കാം. ഇനി ബാക്കി ഓരോന്നായി കാണാം. വിറകടുപ്പിൽ വലിയ കലത്തിലൊക്കെയാണ് വെക്കുന്നത്. നമ്മൾ കുക്കർ വയ്ക്കുന്നത് എളുപ്പത്തിൽ. ഓ, അരിയുടെയാണ് നമ്മുടെ ചുവന്ന അരി എന്ന് പറയുന്നത്. എന്താ മട്ടയരി. മട്ടയരി കഞ്ഞിയാണ്. മട്ടയരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് നമുക്കൊരു ഇത് നല്ല വിസിൽ കേട്ടാലേ വേവുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മൾ വിറകടുപ്പിൽ വലിയ കലത്തിലൊക്കെയാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ നമുക്കുള്ള സൗകര്യത്തിൽ വെക്കാൻ പറ്റും. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി, ശകലം കാശ്മീരി പൊടി, ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ കറി വെക്കാനൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. ഇത് അസ്ത്രമാണ്. നമ്മളൊക്കെ എരിശ്ശേരി എന്നാണ് പറയുന്നത്. നമ്മുടെ വർക്കല ഭാഗങ്ങളിലൊക്കെ കഞ്ഞിയും കറി, അയ്യപ്പൻ കഞ്ഞിയും കറി എന്നാണ് പറയുന്നത്. അപ്പോൾ അരി വെന്തു. തേങ്ങ അരച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. തേങ്ങയാണ് അരച്ചൊഴിച്ചു കൊടുത്തത്, പാലല്ല. അപ്പോൾ അതിനെ നന്നായിട്ട് ഇളക്കി വെള്ളം തിളപ്പിച്ച് ഒക്കെ തന്നെ എല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ചരുവത്തിലോട്ട് ഇത് ഒഴിച്ച് വയ്ക്കുകയാണേ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പുറത്തൊക്കെ പോയിരുന്ന് വൃത്തിയായിട്ടൊക്കെ ചെയ്യണം. പക്ഷെ നമുക്ക് അങ്ങനൊന്നും പറ്റത്തില്ല. ഞാനാണ് ക്യാമറ, എനിക്കിവിടെ എങ്ങും പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ ചേന, ചേമ്പ്, മത്തങ്ങ, എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഇതിൽ. പച്ച ഏത്തക്ക കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കിഴങ്ങ്, മരച്ചീനി, കപ്പയൊക്കെ ഇടും കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ച് ഇതൊരു 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇതും അങ്ങോട്ട് അടുപ്പിലിട്ട് വേവിക്കണം. ഇന്നലെ എടുത്ത വീഡിയോയാണ്. ഇന്നാണ് ഞാനത് വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ഇന്നൊരു മൂഡില്ല. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ലാതെ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ടു. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മൂപ്പിക്കാം. ഇത് കറിക്ക് താളിക്കാനാണ് കേട്ടോ, എരിശ്ശേരിക്ക് അഥവാ അസ്ത്രം. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് മത്തങ്ങ, ചേന, ചേമ്പ് ആണ് കേട്ടോ. പിന്നെ അല്ലാതെ വേറെ ഒന്നും എടുത്തിട്ടില്ല. എന്നിട്ട് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ല മണമാണ്. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു വീഡിയോയാണ്. അസ്ത്രം ഉണ്ടാക്കി കഞ്ഞിയും കൂടെ വെച്ച് കുടിക്കാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ ഈ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അയ്യപ്പൻ കെട്ട് ഇടങ്ങളിലൊക്കെ ഈ കഞ്ഞി ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഞ്ഞിയാണ്. സ്വാമിക്കഞ്ഞി എന്നും അയ്യപ്പൻ കഞ്ഞി എന്നൊക്കെ പറയും. ഇതിനെ ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചിങ്ങനെ എടുത്ത് നമുക്ക് ചെയ്യാം. നമ്മുടെയൊക്കെ സൗകര്യത്തിനുള്ള രീതിക്കല്ലേ പറ്റും. ഇപ്പോൾ വെള്ളക്കടല വേവിച്ച് വെച്ചിരുന്നു വിസിലിൽ വേവിച്ച്. അപ്പോൾ അതും ഇട്ട് ഇളക്കി ഈ കറിയെ എടുക്കേണ്ട കേട്ടോ. വെള്ളക്കടലയോ വൻപയറോ ഇടാം. നമ്മൾ വെള്ളക്കടലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ അരച്ചതാണ്. ഒന്ന് ചെറുതായിട്ട് അരച്ചതേ ഉള്ളൂ, നന്നായിട്ട് മഷി പോലെ അരഞ്ഞിട്ടില്ല കേട്ടോ. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഒന്നിനും നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ട് എല്ലാം ചൂടുവെള്ളമാണ്. എന്താണെന്ന് വെച്ചാൽ കറിയൊക്കെ ചീത്തയാവാതിരിക്കാൻ. അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് കറി റെഡി ആയിട്ടുണ്ട്. കാശ്മീരി പൊടി ഇട്ടത് കൊണ്ടാണ് കറിക്ക് കുറച്ചുകൂടി മഞ്ഞ കളർന്ന റെഡിഷ് കളർ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെയും അസ്ത്രവും കഞ്ഞി ഉണ്ടാക്കി നോക്കണം. വൃശ്ചിക മാസം ആകുമ്പോൾ മണ്ഡലകാല സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് കഞ്ഞി എന്ന് പറയുന്നത്. കഞ്ഞിയും കറിയും എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടാനൊരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ വെച്ചിട്ടാണ് കുടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി കുടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ താളിച്ചതെല്ലാം കൂടി ഇതിലൂടെ ഇട്ട് കൊടുത്തു. എവിടെയെങ്കിലും കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ കഞ്ഞിയും കറിയും. ഇതൊരു വല്ലാത്ത ഫീലാണ്. കുടിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴെന്നിട്ട് നമുക്ക് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കോരിയെടുക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കാമായിരുന്നു എല്ലാവരും കൂടെയാണ് നമ്മളിരുന്ന്. അമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നാരങ്ങക്കറിയാണ്. നൈമിത്രയുടെ നാരങ്ങ, ഉണക്കിയ നാരങ്ങ കറി വെച്ചതും വടുക്കപ്പുളി നാരങ്ങയാണ് കറി വെച്ചതും കഞ്ഞി. അപ്പം അമ്മച്ചി ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല ഒരു ഫീലായിരുന്നു കഞ്ഞി കുടിച്ചപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഈ വീഡിയോ. വളരെ ചെറുതാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണം. ആരെങ്കിലുമൊക്കെ കഞ്ഞിയും കറിയും ഇതുപോലെ വയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തരികയും വേണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ലാത്ത ഈ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലൊരു വീഡിയോ വയ്ക്കുകയാണ്.
വല്ലാത്തൊരു ഫീലിങ്സ്, ഒരു കനത്ത മഴ പെയ്യുന്ന ഫീലിങ്സ്, അതിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു യുവതി. അതാണിപ്പോൾ ഞാൻ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. അപ്പം ചിന്തയ്ക്കോ പറഞ്ഞ് കഞ്ഞി കുടിക്കാൻ കേട്ടോ, ഒരു വിധത്തിൽ ഇരിക്കില്ല. ഇന്ന് ഇടിവെട്ടി മഴ പെയ്യുമെന്ന് പറഞ്ഞതാണ് നമ്മുടെ കൂടെ ഇരിക്കാൻ. ഒരു വിധത്തിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഗസ്റ്റ് വരുന്ന ദിവസം ഇങ്ങനെ കഞ്ഞി കൊടുക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഗസ്റ്റിന് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കുടിച്ചു, കുഴപ്പമില്ല. അല്ല, അതിനെന്താ വഴിയില്ലല്ലോ, നിർവാഹമില്ലല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമായി. എനിക്ക് അയ്യപ്പൻ കഞ്ഞി എൻ്റെ ഭയങ്കര ഫീലിംഗാണ്. അപ്പോൾ എല്ലാവരും വായോ, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് കുടിക്കാം.